എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. നിങ്ങളുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയോട് ലഭിക്കും. തീർച്ചയാണ്, ഞാൻ 100% ഉറപ്പ് പറയുന്നു. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ മറ്റൊരു കാര്യം കൂടെ ചെയ്യണം. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ തീർച്ചയായിട്ടും അവരുടെ ആവശ്യങ്ങൾ കമൻ്റായിട്ട് ഇടുക. കമൻ്റായിട്ട് ഇടുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കുമ്പോഴും തീർച്ചയായിട്ടും ഞങ്ങൾ ആ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി കിട്ടുവാനായിട്ട് ഞങ്ങൾ തീഷ്ണതയോടെ നടന്ന് കിട്ടുന്നിടം വരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ഭക്തിയോടുകൂടി തന്നെ പങ്കെടുക്കാം. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ ഒരുപക്ഷെ സാമ്പത്തികപരമായിട്ട് തകർന്നിരിക്കുന്നവരായിരിക്കാം, രോഗികളായിരിക്കാം, ഇല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെട്ട് നിൽക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ജോലി ലഭിക്കാതെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്നവരായിരിക്കാം, ജോലി ലഭിച്ചിട്ടും ആ ജോലി സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടിൽ നിൽക്കുന്നവരായിരിക്കാം. അത്തരത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത്, ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ മാതാവിനോട് ഏറ്റുപറയുക. തീർച്ചയായിട്ടും വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ പോകുന്നു. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും ഞാൻ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. അമ്മയുടെ കരസ്പർശത്താൽ ഇവരെ ഈശോയുടെ മുന്നിലേക്ക്, ഇവരുടെ ആഗ്രഹങ്ങൾ, ഇവർ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ പറയുക, തീർച്ചയായിട്ടും ഈശോയിലേക്ക് എത്തിക്കണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ കുടുംബങ്ങളെയും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ ഏത് സമയത്താണോ പങ്കെടുക്കുന്നത് ആ സമയത്ത് അനുഗ്രഹം മാതാവിൽ നിന്ന് തീർച്ചയായിട്ടും ഇവർക്കുണ്ടാകണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ സാമ്പത്തികപരമായിട്ട് തകർന്നവരുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന അനേകം ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ജോലി ലഭിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ജോലി ലഭിക്കാത്തവരെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അതുപോലെ തന്നെ ജോലി ലഭിച്ചിട്ടും ജോലി എടുക്കുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആൾക്കാർ, കുറ്റപ്പെടുത്തലുകൾ നേരിടുന്ന ആൾക്കാരുണ്ട്. അവരെ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ജീവിത സാഹചര്യത്തിൻ്റെ ചുറ്റുപാടിൽ ഒരുപാട് കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലുമായിട്ട് കഴിയുന്ന ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ ഞാൻ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. അവരെല്ലാം അമ്മയുടെ കരസ്പർശത്താൽ സംരക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഇവരെല്ലാം ഈശോയുടെ പക്കലേക്ക് അമ്മേ മാതാവേ എത്തിക്കണമേ. അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അമ്മ ഈശോയിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കണമേ. സമ്പന്നതയിലും നല്ല നിലവാരത്തിലും അവരുടെ ജീവിതം സമൂഹത്തിൻ്റെ മുന്നിൽ ഉയർത്തി കാണിക്കണമേ. പലരാലും താഴ്ത്തപ്പെട്ട ആൾക്കാരാണിവർ. അവരുടെയൊക്കെ മുന്നിൽ തലയുയർത്തി നടക്കുവാനുള്ള ആ ഒരു ജീവിത സാഹചര്യം അമ്മ മൂലം ഉയർത്തിക്കൊണ്ടുവരണമേ. ഈശോയെ, അങ്ങയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഇവരുടെ കുടുംബത്തിൽ ഇപ്പം തന്നെ സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾ വിശ്വസിക്കാം. തീർച്ചയായിട്ടും ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക്, അമ്മയിലൂടെ അങ്ങയുടെ പക്കലേക്ക് അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, അവരെ മുഴുവനായിട്ടും ഞാൻ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും പ്രത്യേക ഇടപെടൽ മൂലം അവരെ അമ്മയുടെ സംരക്ഷണത്താൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവരെ നയിക്കണമേ. സർവസ്ത്രനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്രോതത്തിലെ പ്രഭൂമിയിലുമാണമേ. അന്നു വേണ്ടിയ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് എന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾ ഓഷിമയാണ്. പ്രാന്തത്തിലെ തിന്മ നിരക്ഷണമേ. നന്മ പറഞ്ഞവരമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണെന്നു. അങ്ങയുടെ തിരുത്തവമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നു. പരിശുദ്ധ പറയുമേ തമ്പുരാൻ്റെ അമ്മേ, പാവമുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും നയിക്കുവാമേൻ. എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആവശ്യം കമൻ്റായിട്ടിടുക. അത് മാതാവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയിലൂടെ അത്ഭുതം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.